മറ്റാർക്കുമില്ലാത്ത എന്തോ ഒരു ദിവ്യത്വം, എന്തോ ഒരു അഭൗതികമായ കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന് സ്ഥാപിച്ചെടുത്തുകൊണ്ടാണ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തെ തച്ച് പൊളിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, ഈ വിഷയത്തിന് രക്ഷപ്പെട്ടുള്ളൂ. അതാർക്ക് തച്ച് പൊളിക്കാൻ കഴിയുള്ളൂ? കറകളഞ്ഞ ഏകദൈവ വിശ്വാസികൾക്ക് മാത്രമേ കഴിയുള്ളൂ. അത് അവിടെയാണ് വിശ്വാസം. മതം എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ ഏകദൈവ വിശ്വാസമാണ് യഥാർത്ഥ മതം. ആ കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ വിശ്വാസം എന്താ? അഭൗതികമായി നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയുന്നത് സാക്ഷാൽ സ്രഷ്ടാവിന് മാത്രമാണ്. വേറെ ഒരാൾക്കും ഇല്ല, അത് കഴിയില്ല. അപ്പോൾ ആ നിലക്കുള്ള ഒരു പേടിയും ബേജാറും ആയിട്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല, ആരും നടക്കേണ്ടതില്ല. അതാണ് ഏകദൈവ വിശ്വാസം. അങ്ങനെയുള്ള ഒരു ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതോടുകൂടി നമ്മൾ റിലാക്സ് ആയി. നമുക്ക് ഒന്നിനും പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല. ഒരു പൂച്ച മുന്നിൽ കൂടി പോയാലും പേടിക്കേണ്ടതില്ല, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനും പേടില്ല. മറ്റോ ചെയ്യോ മറ്റേതാക്കോ അങ്ങോട്ടാക്കോ ആ ജിന്നിന് മുന്നേ പേടിക്കണോ, ഇയാളെ പേടിക്കണോ, ഒരാളും പേടിക്കേണ്ടതില്ല. കാരണം എന്താ, ഇങ്ങനെയുള്ള ഒരു മാർഗ്ഗത്തിലൂടെ ഇവർ ഈ ദിവ്യത്വം ചമയുന്നത് അത് ശുദ്ധ തട്ടിപ്പാണെന്നുള്ളതും അത് ഒരാളുകളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, വിശ്വാസ ചൂഷണത്തിന് ചെയ്യുന്നതാണ് എന്ന കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കവിടെ പറയാൻ പറ്റും.